11, 12, 13, 14 ഗാന്ധി പാർക്കിൽ അക്കാഡമിൻ്റെ ആർട്ട് ഗാലറിയിൽ എക്സിബിഷൻ നടന്നത് ലൈഫ് അൺലിവ്ഡ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഈ സെയിം സബ്ജക്റ്റ് ഞാൻ ബാംഗ്ലൂർ എക്സിബിഷൻ ചെയ്തിട്ടുണ്ടായി. നാട്ടിൽ 15 പേര് ആദ്യമായിട്ട് സബ്ജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സഹകരണം ഉണ്ടാവും, എല്ലാവരും സപ്പോർട്ട് ചെയ്തും സഹായിക്കണം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാം. പിന്നെ ആ തന്ന ലീഫ്ലെറ്റിൻ്റെ കൂടെ ഒരു QR ഉണ്ട്. ആ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിത്രങ്ങളെ കുറിച്ച് കൂടുതലായി കാണാൻ വേണ്ടി പറ്റും. അത് ഇവിടെ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ആ QR ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ചെയ്തു വെച്ചാണ്. ഈ മേഖലയിൽ എത്ര വർഷത്തെ പരിചയമുണ്ട്? ഏതാണ് നിങ്ങളെ ചിത്ര രചനയിൽ ഏത് മേഖലയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? ഏത് മേഖല? ഞാൻ ബേസിക്കലി മീഡിയമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ ഓയിൽ ആക്രിലിക് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. പിന്നെ ബേസിക്കലി സറിയലിസ്റ്റ് ടൈപ്പ് ചിത്രങ്ങളാണ് ചെയ്യുന്നത്, റിയലിസ്റ്റിക് അല്ലാത്ത ചിത്രങ്ങളാണ് ചെയ്യുന്നത്. അത് സബ്ജക്റ്റ് ബേസ്ഡ്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ഫുൾ ടൈം എൻ്റെ ജോലിയിൽ ഉപേക്ഷിച്ചിട്ട് ചിത്രകലയിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ 2023 2 എക്സിബിഷൻ ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 എക്സിബിഷനും ഒരു സബ്ജക്റ്റിൻ്റെ മേലെ മൊത്തം ചിത്രങ്ങൾ ഉണ്ടാവുക. അതിപ്പോൾ ആദ്യം ചെയ്തത് ഈ സെയിം സബ്ജക്റ്റ് ലൈഫ് അൺലിവ്ഡ് എന്ന് പറഞ്ഞിട്ട്, അതിലെന്ന് പറഞ്ഞാൽ 20ഓളം ചിത്രങ്ങൾ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് മാത്രം ജീവിക്കാത്ത ചിത്രങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ബേസിക്കലി അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് സജീവമായിട്ട് ചിത്രകലയിലുണ്ട്. പക്ഷേ ഞാനെൻ്റെ ജോലിയുടെ സമയത്തും പാരലായിട്ട് ഞാൻ ചിത്രകലയിലുണ്ട്. പക്ഷെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഫുൾ ടൈം ചിത്രകലയിൽ മാത്രമായിട്ടുണ്ട്. പയ്യന്നൂർ എവിടെയാണ് താമസം? പയ്യന്നൂർ അന്നൂർ സ്കൂളിൻ്റെ അടുത്താണ് താമസം. ഇവിടെ ഫാമിലി അല്ല, അവരും ഈ മേഖലയിലുള്ള അല്ല, അവർ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സപ്പോർട്ടുമായിട്ട് കൂടുതലുണ്ട്. ആക്രിലിക്കും ഓയിലും ഉണ്ട്. അതായത് അവർ മിക്സഡ് മീഡിയമായി ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പ്യൂർലി ആക്രിലിക് അല്ലെങ്കിൽ പ്യൂർലി ഓയിൽ. ഇപ്പം പുതിയൊരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചാർക്കോൾ സോഫ്റ്റ് പേസ്റ്റിൽ വെച്ചിട്ട് ഒരു സാധനം, അത് ജസ്റ്റ് ഒരു പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നാളത്തെ പ്രദർശനം ഏത് രീതിയിലാണ്? നാളത്തെ ഇതിൽ 2 മീഡിയം ഉപയോഗിച്ചിട്ട് ചിത്രങ്ങളും ഉണ്ട്. പക്ഷെ ഒരു ചിത്രത്തിൽ 2 മിക്സ് ആയിട്ടില്ല. ആക്രിലിക്കിന്റെ ചിത്രങ്ങളുണ്ട്, ഓയിലിന്റെ ചിത്രങ്ങളുണ്ട് നാളത്തെ. പക്ഷെ അതെല്ലാം കൂടെ 20 ചിത്രങ്ങളും ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പല ചിത്രങ്ങളാണ്. 20 ചിത്രങ്ങളിൽ കൂടാണ്ട് ഒരു എക്സ്ട്രാ ചിത്രം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ റീസെന്റ് ഒരു 2 ദിവസം ചെയ്തതാണ്, 2 ദിവസം മുമ്പേ ചെയ്തതാണ്. അതിനെ കൊണ്ട് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് വരുന്നുണ്ടെങ്കിൽ അത് വയനാട് റിലീഫിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രമുണ്ട് സെപ്പറേറ്റ്. അത് വയനാടിനാണ് സബ്ജക്റ്റ്. അങ്ങനെ ഒരു ചിത്രം ചെയ്തിട്ടുണ്ട്. അത് വിൽപ്പനയുണ്ട് ഗാലറിയിൽ വെച്ചിട്ട്. അത് ഗാലറിയിൽ വെച്ച് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. വെക്കുന്നത് അത് ആ ചിത്രത്തിന്റെ സബ്ജക്റ്റിന്റെ വയനാടാണ്. അതിൽ കിട്ടുന്ന പൈസ അത് വയനാടിന്റെ റിലീഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അതടക്കം 21 ചിത്രങ്ങളാണ് നാളത്തെ പ്രദർശനം ചെയ്യുന്നത്.